ചിക്കൻ സ്റ്റഫ് ചെയ്ത കൂന്തലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത കൂന്തൽ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിനി ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് സവാള, കറിവേപ്പില, പച്ചമുളക്, ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പകുതി തക്കാളി എന്നിവ വേണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതും പച്ചമുളകും, ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ നല്ല വഴന്ന് കിട്ടും. സവാള വഴന്ന് വരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഇതിലൊന്ന് ഉടച്ചു കൊടുക്കണം നല്ലപോലെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ നല്ലപോലെ ചോപ്പറിലിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഈ മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തലിലേക്ക് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. ഇനി ഇത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിൻ്റെ വായൊന്ന് കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്ത് ചാടിപ്പോവും. ഇതുപോലെ തന്നെ എല്ലാ കൂന്തലും ഇതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തെടുക്കാം.
ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി എല്ലാം ഇതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഓയിൽ വേണ്ടാത്തവർക്ക് ഇത് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കുക്കായി പോകരുത്. അപ്പോൾ ഇതൊരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് കുക്കാക്കി എടുക്കാം. ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ നിറച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.